നേർപ്പിക്കും തോറും വീര്യം കൂടും. ഈ നേർപ്പിക്കും തോറും വീര്യം കൂടുമായിരുന്നുവെങ്കിൽ കേരളത്തിലെന്നല്ല ലോകത്തിന് മൊത്തത്തിൽ ഒരു ബിവറേജസ്, ഒരു കുപ്പി മതിയാകുമായിരുന്നു. കാരണം ഒരാൾ മദ്യം എടുത്ത് വെള്ളമൊഴിച്ചു, വീര്യം കൂടി, അതിൽ നിന്ന് വേറെ 10 പേർക്ക് കൊടുക്കാം. അതിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത ലോകം മൊത്തം ആൾക്കാർക്ക് കിറുങ്ങാൻ അല്പം മദ്യം മതിയായിരുന്നു. അപ്പം നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത് എന്താണ്? നേർപ്പിക്കും തോറും വീര്യം കുറയും. തട്ടുകടയിൽ നിൽക്കുന്ന ആൾ പാലിൽ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ചായ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ സ്ട്രോങ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇദ്ദേഹം അങ്ങനെ എഴുതി വെച്ചു. 21-ാം നൂറ്റാണ്ടിലും ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതിയുടെ മരുന്നുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ പേവിഷബാധ, അന്ന് അതിന് മരുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പേപ്പട്ടി കടിച്ച ഒരു സ്ഥലം വലിയ ഇരുമ്പ് ചട്ടകം ഉപയോഗിച്ച് പൊള്ളിച്ച് അവിടെ അങ്ങ് കരിക്കും, രോഗിയെ പൊള്ളലേൽപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മൂക്കൊലിപ്പിന് ഗുളിക കഴിച്ചാൽ 7 ദിവസം, ഗുളിക കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച. ഗുളിക കഴിക്കാതിരുന്നാലും മൂക്കൊലിപ്പ് മാറും. പക്ഷെ ഒരാഴ്ച നിങ്ങളിങ്ങനെ ചീന്തി നാട് നീളം ഇങ്ങനെ ചീന്തി മതിലൊക്കെ തേച്ച് ഇങ്ങനെ നടക്കും എന്ന് മാത്രം. കൈലേസ് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഞാനങ്ങനെ കാണാറില്ല. ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പിഴിഞ്ഞിട്ട് ഇങ്ങനെ സീറ്റിനടിയിലേക്ക് തേക്കുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതേ സ്ഥലത്ത് ഒരു ഹോമിയോ ക്ലിനിക്കിൽ ചെന്നാൽ അവരും ഈ പഞ്ചാര മിഠായി തരും. എന്നിട്ട് അവർ പറയും, മറ്റേവരുടെ കണക്ക് വളരെ വേഗത്തിലൊന്നും ഇത് പിടിക്കത്തില്ല. കാരണം നമ്മളൊക്കെ ഉസൈൻ ബോൾട്ടും അവരൊക്കെ ഇങ്ങനെ പതുക്കെ ഓടുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പോലെ വളരെ വേഗത്തിൽ ഇത് പിടിക്കത്തില്ല, സാവധാനം പിടിക്കുക, ഒരാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ഈ പിഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇത് കഴിക്കും. കാരണം മരുന്ന് അവരുടെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരാഴ്ച ആയപ്പോൾ മൂക്കൊലിപ്പ് മാറി. അപ്പം ജനത്തിനെ സംബന്ധിച്ചിടത്തോളം സാവധാനത്തിലാണെങ്കിലും മാറിയല്ലോ, കെമിക്കൽ കഴിക്കേണ്ടി വന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ ജനത്തിന് വരുന്ന ഒരു ഫീല്. അവഗാഡ്രോ സംഖ്യ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതിന് അവസാനം 100ാമത്തെ കുപ്പിയിൽ കിട്ടുന്ന സാധനം എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഗുളികൾ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ദാ മരുന്നാണ്. ഇതിനെയാണ് സയൻസ് പ്ലാസിബോ എന്ന് പറയുന്നത്, പൊള്ളമരുന്ന്. അതായത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗിക്ക് നമ്മളൊരു സാധനം കൊടുക്കുകയാണ്. അയാൾ കരുതുന്നു ഇത് മരുന്നാണ്. ഒരു 30-40% അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇത് വിജയിക്കും. വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആണെങ്കിൽ തന്നെയും ഡോക്ടർ അഗസ്റ്റസ് മോറിസും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അദ്ദേഹം ഒരു മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറാണ്. വെറുതെ ഡോക്ടറായി ചമഞ്ഞിരിക്കാതെ, കർത്തവ്യങ്ങൾ മാത്രം നിറവേറ്റാതെ അതിലുപരിയായിട്ട് ഒരു ജനകീയ ഡോക്ടറാണ്, ഒരു ജനപക്ഷ ഡോക്ടറാണ്. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാടുണ്ട്. വളരെ നല്ല രീതിയിൽ, വളരെ നല്ല കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദത്തിൽ തന്നെ, അതിനേക്കാളും ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്താൻ വളരെ ബിരുദനാണ്. കാലഘട്ടം കഴിയുന്തോറും ചികിത്സാ രംഗത്ത് പുതിയ ഭാരതത്തിൻ്റെ സംഭാവനകൾ, അത് വൈദ്യന്മാരുടെ രൂപത്തിലും അല്ലാതെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ഇതിലെന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. ചിലർ വളരെ അന്ധമായിട്ടൊക്കെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയുള്ളവർ തമ്മിലുള്ള വാഗ്വാദങ്ങളും പോരുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻസിൻ്റെ രീതി എന്താണ്, അത് വെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അത്ര മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു വ്യക്തിയെ 6ഓളം ആശുപത്രികൾ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതും കൂടി ഇതിനകത്ത് പരാമർശിക്കാതെ പറ്റില്ല. എങ്കിലും നമുക്ക് ആദ്യം ഈ ചികിത്സയുടെ രീതിശാസ്ത്രത്തിലേക്ക് പോകാം. സയൻസ് എന്ന് പറയുന്നത് പ്രപഞ്ചോൽപത്തി തൊട്ടേ ഉള്ള ഒന്നാണ്. പക്ഷെ അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ വികാസം പ്രാപിച്ചിട്ട് കഷ്ടിച്ചൊരു 150 വർഷമേ ആയിട്ടുള്ളൂ. സയൻസിൻ്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെ ലളിതമായി പറഞ്ഞാൽ, ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ്. ഒരു വ്യക്തിയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും സയൻസ് അല്ല. കാരണം ഇന്ദ്രിയങ്ങൾ നമ്മളെ കബളിപ്പിക്കാറുണ്ട്. അപ്പോൾ തെളിയിച്ച് കാണിക്കുമ്പോൾ ഇന്നലെയും ഇന്നും നാളെയും
ഒരേ ഫലം തന്നെ ഉളവാക്കുന്നത് എന്തോ അതിനെ മാത്രമേ നമുക്ക് സയൻസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സയൻസിന് പലവിധ ശാഖകൾ, രസതന്ത്രം, ഊർജതന്ത്രം, ജീവശാസ്ത്രം, അപ്പം അങ്ങനെയുള്ള ശാസ്ത്രശാഖകളും ഗണിതവും ഒക്കെ ചേർന്ന് സയൻസ് മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആധുനിക വൈദ്യം എന്ന് പറയുന്നത്, അഥവാ മോഡേൺ മെഡിസിൻ. ഈ ആധുനിക വൈദ്യം എങ്ങനെയാണ് ഒരു രോഗത്തെ സമീപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം രോഗത്തിൻ്റെ കാരണം എയ്റ്റിയോളജി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ദേഹത്ത് ചുണങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പൂപ്പൽ ബാധ മൂലമാണ്. നിങ്ങൾക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൈറസ് അഥവാ വിഷാണു മൂലമാണ്. അതല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു, അതൊരു ബാക്ടീരിയ ആണെങ്കിൽ അത് ബാക്ടീരിയ അഥവാ സൂക്ഷ്മാണു മൂലമാണ്. ഏതെങ്കിലും പോഷണക്കുറവ് മൂലം, ഇപ്പോൾ മോണകളിൽ വീക്കം വരുന്നു, രക്തസ്രാവം ഉണ്ടാകുന്നു, സ്കർവി, ഇത് വൈറ്റമിൻ സി എന്ന് പറയുന്ന ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു എയ്റ്റിയോളജി, ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. അത് സൂക്ഷ്മജീവികളാവാം, പരാതങ്ങളാവാം, പോഷണക്കുറവാവാം, അന്തസ്രാവി ഗ്രന്ഥികളുടെ തകരാറാവാം, ജനിതക തകരാറുകളാവാം. കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത അസുഖങ്ങളെ അൺനോൺ എയ്റ്റിയോളജി, അറിയില്ല, അങ്ങനെ തന്നെയാണ് സയൻസ് പറയുന്നത്. ഇനി രണ്ടാമത്, ഒരു അസുഖം ബാധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കോശങ്ങളിലോ കലകളിലോ ഉണ്ടാകുന്ന മാറ്റം, സെൽസ് ആൻഡ് ടിഷ്യൂസ്, അതിലുണ്ടാകുന്ന മാറ്റം, അതാണ് അടുത്ത ഘട്ടം. അതിനെയാണ് പതോജനസിസ് എന്ന് പറയും. ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. വൈറസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ കുറച്ചൊക്കെ പ്ലേറ്റ്ലെറ്റുകളെ നശിപ്പിക്കുന്നു. അപ്പോൾ കോശങ്ങളിലെ കലകളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇത് സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നമുക്ക് കാണാം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം, അങ്ങനെ പറ്റാതെ തന്നെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കാണാം. അപ്പോൾ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കാണാവുന്നതും, ഇതാണ് പതോജനസിസ്, കലകളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം. മൂന്നാമത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അഥവാ രോഗലക്ഷണങ്ങൾ. അതിൽ രോഗി പറയുന്നതും ഭിഷഗ്വരൻ കണ്ടുപിടിക്കുന്നതും, സയൻസ് ആൻഡ് സിംറ്റംസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരു രോഗി വന്നിട്ട് എനിക്ക് വല്ലാത്ത ശരീരവേദന അല്ലെങ്കിൽ കണ്ണുവേദന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് രോഗിയുടെ ഭാഗം. പരിശോധിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കും. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് രോഗലക്ഷണങ്ങൾ അഥവാ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, രോഗനിർണയത്തിലേക്ക് പോകണം. അതിനെന്ത് വേണം? പരിശോധനകൾ. കാരണം ഒരേ ലക്ഷണങ്ങളുള്ള പല അവസ്ഥകളുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് അഥവാ പരിശോധനകൾ എന്ന് പറയുന്നത് രോഗനിർണയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. അത് കഴിയുമ്പോൾ രോഗത്തിൻ്റെ പേരായി, അതാണ് ഡയഗ്നോസിസ്. രോഗം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു മാനേജ്മെൻറ്റ്, ഇതിനൊരു ഫലവത്തായ ചികിത്സ കൊടുക്കണം. അത് മരുന്ന് ഉപയോഗിച്ച് കൊടുക്കാം, അതിനെയാണ് മെഡിക്കൽ. ചില കാര്യങ്ങൾക്ക് മരുന്നില്ല, ശസ്ത്രക്രിയ മാത്രമേ പറ്റൂ, അത് സർജിക്കൽ. വേറെ ചില കാര്യങ്ങൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പാലിയേറ്റീവായിട്ടോ സപ്പോർട്ടീവായിട്ടോ എന്തെങ്കിലും കൊടുക്കാം, അതങ്ങനെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട്, അതിനെ ആ വഴിക്ക് വിടുക. അപ്പോഴവിടെ മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്തോ, ഔഷധമായിട്ട് കൊടുക്കുന്നത് എന്തോ, അത് ഒരു രാസഘടനയുള്ള ഒരു തന്മാത്രയാണ്, ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അതിന് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ, പ്രവർത്തനമുണ്ടായിരിക്കും. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഇവിടെ ബാധകമാണ്. ആക്ഷൻ ഉണ്ട് എങ്കിൽ റിയാക്ഷനും ഉണ്ടാവും. അത് കൊടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ, ഇൻഡിക്കേഷൻസ്, എവിടെയൊക്കെ കൊടുക്കാം അത് പുസ്തകത്തിൽ വരും. എവിടെയൊക്കെ കൊടുക്കാൻ പാടില്ല, കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതും വരും. കരുതലോടെ കൊടുക്കേണ്ട അവസ്ഥകൾ, അതും വരും. ഈ രീതിയിൽ എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള രീതിശാസ്ത്രം, മെത്തഡോളജി ഉപയോഗിച്ച് സയൻസ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആധുനിക വൈദ്യം. അപ്പോൾ ഈ ആധുനിക വൈദ്യം വരുന്നതിന് മുമ്പായിട്ട് ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നിടത്തൊക്കെ അസുഖങ്ങളെ അകറ്റി നിർത്തിയിട്ട് ജീവിത ദൈർഘ്യം അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള കൊതി, അതുകൊണ്ട് ഇതിനെയൊക്കെ നേരിടാനുള്ള ശ്രമങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനത് രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ എല്ലാ ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അവരാരും മൈക്രോസ്കോപ്പോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ
അല്ലെങ്കിൽ രോഗകാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ടോ ഒന്നുമല്ല ഇത്തരം കാര്യങ്ങൾ വികസിപ്പിച്ചത്. മറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ചിലതിനൊക്കെ എന്തൊക്കെയോ ഫലങ്ങൾ കിട്ടുന്നു, ചിലതിന് കിട്ടുന്നില്ല. ഈ ഒരു പ്രാഗ് രൂപത്തിൽ നിന്നാണ് ആധുനിക വൈദ്യം എന്ന് പറയുന്നത് ആവിർഭവിക്കുന്നത് തന്നെ, അല്ലാതെ പെട്ടെന്നൊരു ദിവസം മുളച്ചുണ്ടായതല്ല.